അപ്പോൾ മാരുതി സുസുക്കിയുടെ തന്നെ ഒരു വാഹനം, അത് ലോങ് സൈഡിൽ റോഡ് പ്രസൻസിൽ നമ്മൾ ഓടി വരുന്നത് കാണാനായിട്ട് ഫസ്റ്റ് ലുക്കിൽ നമ്മൾ റേഞ്ച് റോവറിൻ്റെ അതേ സെയിം ഫേസ് കട്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണാം അത് ഏത് വാഹനമാണെന്ന്. വേറെ ആരുമല്ല, മാരുതി സുസുക്കിയുടെ സ്വന്തം ബ്രിസ. അപ്പോൾ പാവപ്പെട്ടവൻ്റെ റേഞ്ച് റോവർ എന്നറിയപ്പെടുന്ന ഈ ഒരു ബ്രിസയുടെ ഫുൾ ഡീറ്റെയിൽസ് നോക്കണമെങ്കിൽ 2020 മോഡൽ സിംഗിൾ ഓൺഷിപ്പ്, വെറും 65,000 സംതിങ് കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളൂ. ZH ഓപ്ഷനിൽ ടോപ്പ് ആൻഡ് ഓപ്ഷനാണ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, 4 അലോയ്സ്, അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന, മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഫുൾ കമ്പനി സർവീസ് അവൈലബിൾ, നല്ല ക്ലീൻ പീസ്, ഹൈ ക്വാളിറ്റി റേഞ്ച് റോവർ അല്ല ബ്രിസ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വാഹനം റോഡിലൂടെ ലോങ് സൈഡിൽ ഓടി വരുന്നത് കാണാനായിട്ട് റേഞ്ച് റോവറിൻ്റെ സെയിം ഫേസ് കട്ടാണെന്ന്. അപ്പോൾ ആ ഒരു ഫേസ് കട്ടിന് കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ എക്സ്ട്രാ ചെറിയ ചെറിയ ഫിറ്റിങ്സ് ഈ ഒരു വാഹനത്തിന് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ട് ഗ്രില്ല് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ്, ബാക്ക് ടെയിൽ ലാമ്പ്, അത്യാവശ്യം വേണ്ട എല്ലാ രീതിയിലും ആ ഒരു ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ ലെവലിൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാധനമാണ് ഈ ഒരു വാഹനത്തിന് ആഡ് ചെയ്തിരിക്കുന്നത്. കാണാനായിട്ട് ബ്ലാക്ക് ആൻഡ് റെഡ് എഡിഷനിൽ വരുന്ന, കാണാനായിട്ട് ഒറ്റ ലുക്കിൽ തന്നെ കാണാനായിട്ട് പക്ക റേഞ്ച് റോവറിൻ്റെ സെയിം ഫേസ് കട്ടിൽ വരുന്ന ഈ ഒരു ബ്രിസയുടെ ആസ്കിംഗ് പ്രൈസ് നോക്കണമെങ്കിൽ വെറും 7,90,000 രൂപ മാത്രമേ ഉള്ളൂ. റേറ്റ് ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ്. നമുക്കിതിൽ തന്നെ ഏകദേശം ഒരു 85% ഒരു ലോണ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു റേഞ്ച് റോവറിൻ്റെ അല്ല, ബ്രിസയുടെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര. അപ്പോൾ ആർക്കെങ്കിലും ഈ കാണുന്ന ഈ ഒരു വാഹനം സ്വന്തമായിട്ട് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് ഒന്ന് കോൺടാക്ട് ചെയ്യുക, മറക്കാതെ പേജ് ഫോളോ ചെയ്യുക. കൂടാതെ നമ്മളെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് പേരുകൊണ്ട് കയറി ജോയിൻ ചെയ്യുക. അപ്പോൾ ഓക്കെ.